യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 36 അധ്യായം 9 തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന, നമ്മുടെ പക്ഷത്തു നിൽക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുക. നമുക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ദൈവമുണ്ട്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എണീറ്റ് നിന്ന് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവിൻ്റെ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടുകൊണ്ട് എല്ലാം മറന്ന് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തിരുച്ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ തിരുമുറിവിൽ നിന്ന് അത്ഭുത ശക്തി അയക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. കരമടിച്ച് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നും ദൈവം സമീപസ്ഥനാണ്. ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവം എപ്പോഴും സമീപസ്ഥനാണ്. അവർക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നവനാണ്. ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും, നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും. കർത്താവ് വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഞാൻ നിങ്ങളിലേക്ക് തിരിയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളിൽ ഉഴവുണ്ടാവും, വിതയിലുണ്ടാവും. വിതയ്ക്കുകയും ഉഴുകയും കൊയ്യുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകാനായിട്ട് പോകുന്നതായിട്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു വലിയ കരുതലുണ്ട്. ദൈവത്തിൻ്റെ ആ കരുതൽ മനസ്സിടിഞ്ഞ് മനസ്സ് തകർന്ന് ദൈവം എൻ്റെ പക്ഷത്തില്ലല്ലോ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാവട്ടെ. ദൈവത്തോടുള്ള വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു ചിന്ത
നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. നാം അങ്ങനെ ആയിരിക്കണം. എസെക്കിയേൽ 36:10 നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. ജനത്തിൻ്റെ ഒരു വർധനവ്, ഇസ്രായേൽ ഭവനത്തിൻ്റെ ഒരു വർധനവ്. ഇസ്രായേൽ മക്കൾ അവർ പെരുകും, അവർ വർദ്ധിക്കും. വർദ്ധിക്കണം, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വർദ്ധിക്കുക, പെരുകുക, ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാണ്. വർദ്ധിക്കുന്നത്, പെരുകുന്നത്. ഇസ്രായേൽ ജനത്തെ, ഇസ്രായേൽ മക്കളെ ദൈവം കരുതിയതുപോലെ എന്നെയും നിങ്ങളെയും അവിടുന്ന് കരുതുകയാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് സംരക്ഷണം നൽകിയ, അവർക്ക് വേണ്ടി നിലകൊണ്ട ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് നിലകൊള്ളുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ അവിടുത്തെ മക്കളാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് നിലകൊള്ളുകയാണ്. നമുക്ക് വേണ്ടി അവൻ പക്ഷം ചേരുകയാണ്. ഒരു തിന്മയുടെ ശക്തിക്കും അന്ധകാരത്തിൻ്റെ അധിപതികൾക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ മുൻപിലും പിൻപിലും കർത്താവ് കാവലായിട്ടുണ്ട്. യേശയ്യാ 52:12 നിനക്ക് മുൻപേ ഞാൻ പോകും, നിന്റെ പിൻകാവൽക്കാരനായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വചനം പറയുന്നു. കർത്താവ് നിന്റെ മുൻപിലുണ്ട്, നിന്റെ പിൻപിലുണ്ട്. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പേറിയ വാഗ്ദാനം നിരന്തരമായിട്ട് നമുക്ക് തരികയാണ്. എസെക്കിയേൽ 36:11 മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിങ്ങളിൽ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ, പഴയ കാലഘട്ടത്തിൽ, പഴയ നിയമത്തിൻ്റെ കാലഘട്ടം, സമ്പത്ത് എന്ന് പറയുന്നത് എത്രമാത്രം മൃഗങ്ങൾ, കന്നുകാലികൾ, ആടുമാടുകൾ, ഒട്ടകങ്ങൾ, ഇതൊക്കെയായിരുന്നു സമ്പൽ സമൃദ്ധിയുടെ ഒരു അടയാളം. കർത്താവ് പറയുകയാണ്, മനുഷ്യരെയും മൃഗങ്ങളെയും നിങ്ങളിൽ ഞാൻ വർദ്ധിപ്പിക്കും. സന്താനപുഷ്ടി ഉള്ളവരായി പെരുകും. സന്താനപുഷ്ടി അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ പള്ളിത്തോട് ബൈബിൾ കൺവെൻഷന് എൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. 2015 അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ പള്ളിയോട് അടുത്തു തന്നെയുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവുമുണ്ട്. പയസ്, ബിൻസി എന്നാണ് അവരുടെ പേര്. 10 വർഷങ്ങൾ പിന്നിട്ടു, അവർക്ക് മക്കൾ ഇല്ലായിരുന്നു. 5 ദിവസം ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അവസാനത്തെ ദിവസം അവർക്ക് മക്കളില്ലാത്ത ആ ഒരു വേദനയൊക്കെ പറഞ്ഞു. അവർക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സന്താനപുഷ്ടി തരുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാ സന്താനങ്ങളെ തന്നിരിക്കും. 11 വർഷത്തോളമായി മക്കളില്ല. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാനില്ല. ഈ വചനം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു, ഈ വചനം നിരന്തരമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മറ്റൊരു വചനം കൂടി പറഞ്ഞു. ജെറമിയ 35
19. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺ സന്തതി അറ്റുപോകില്ല. ഈ കുടുംബം ആവർത്തിച്ചു വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം അവരിലേക്കൊഴുകി. ആ മകൾ ഗർഭം ധരിച്ചു, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ പള്ളിത്തോട് കൺവെൻഷനിൽ 10,000ങ്ങളുടെ മുൻപിൽ ആ കുഞ്ഞിനെയുമായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തി, കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിനക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. ഈ വചനത്താൽ അനുഗ്രഹിച്ചതാ. അതേ അനുഗ്രഹം അവരുടെ മേൽ വീണു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവനാ, നമ്മെ അനുഗ്രഹിക്കുന്നവനാ. സന്താനമില്ലാത്തവർക്ക് സന്താനപുഷ്ടി നൽകുന്ന സർവശക്തൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും. പൂർവകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. ഞാനാണ് കർത്താവെന്നപ്പോൾ നിങ്ങൾ അറിയും. മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച നന്മയേക്കാൾ വലിയ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ മക്കൾക്ക്, തലമുറകൾക്ക് ഞാൻ നൽകുവാനായിട്ട് പോകുക. വലിയ നന്മകൾ, നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായ നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് അവിടുന്ന് മാറ്റും. ഒന്നിനും കുറവുണ്ടാകാത്തവണ്ണം നിന്നെ പരിപാലിക്കുന്ന, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തനായ കർത്താവ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തൻ നിനക്ക് വേണ്ടി നിലകൊള്ളുന്നു. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ധൈര്യമുള്ളവനായിരിക്കുക. നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. സർവശക്തൻ നിനക്കായിട്ട് നിലകൊള്ളുന്നു. ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ, ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. യേശു അവൻ കർത്താവായി, രാജാവായി, സംരക്ഷകനായി നിനക്ക് വേണ്ടി നിലകൊള്ളുന്നു. ആര് യേശുവിനെ മഹത്വപ്പെടുത്തുന്നുവോ, അവൻ്റെ വചനമനുസരിക്കുന്നുവോ, അവർക്ക് വേണ്ടി യേശു നിലകൊള്ളുകയാണ്. അങ്ങനെയുള്ളവരെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. നീ തിരിച്ചറിയുക, നിന്നെ നിരന്തരം പരിപാലിക്കുന്ന, നിരന്തരം നിന്നെ കരുതുന്ന, നിന്റെ വേദനകളിലും കണ്ണുനീരിലും ആശ്വാസമായി, നൊമ്പരങ്ങളിൽ സൗഖ്യം നൽകുന്നവനായി, അടഞ്ഞുപോയ വഴികൾ തുറന്നു തരുന്നവനായി, നിരന്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഹല്ലേലൂയ. നിന്റെ മുൻപിലും പിൻപിലും കാവലായിട്ട് നിൽക്കുന്ന ആ നല്ലവനായ ദൈവത്തെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, അവൻ സർവശക്തനാണ്, അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ശക്തി തരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. എമ്മാനുവൽ, ഈ കുഞ്ഞിൻ്റെ പേര് എമ്മാനുവൽ. ഈ കുടുംബത്തെ നിങ്ങൾക്കറിയാം. 11 വർഷമായിട്ട് ഇവർക്ക് മക്കളിലായിരുന്നു. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് താമസിച്ചില്ല, ഈ മകളെ കർത്താവ് അനുഗ്രഹിച്ചു, ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. അതിൻ്റെ സാക്ഷി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് പയസൻ, എൻ്റെ ജീവിത പങ്കാളി ബിൻസി. ഞങ്ങൾ ഈ ഇടവകക്കാരനാണ്. കഴിഞ്ഞ വർഷം ബ്രദറിൻ്റെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ബ്രദർ താമസിച്ചിരുന്ന ഞങ്ങളുടെ
ഭവനത്തിലാണ്. ആ 3-4 ദിവസങ്ങളിൽ ഞങ്ങൾ ബ്രദറിനോട് ഒന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ബ്രദറിനോട് പറഞ്ഞില്ല. അവസാന ദിവസമാണ് ഞങ്ങൾ ബ്രദറിനോട് പറയുന്നത്, ബ്രദറെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി, ഞങ്ങൾക്ക് മക്കളില്ല. അത് കേട്ടിട്ട് ബ്രദർ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്നിട്ട് ബ്രദർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അടുത്ത വസന്തത്തിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, ആ വചനമെടുത്താണ് ഉൽപ്പത്തി പുസ്തകത്തിന് 14-ാം അധ്യായം 10-ാം വാക്യം ആണ് ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചത്. കൃത്യം ആ വചനം എത്ര സത്യം, കർത്താവിൻ്റെ വചനം എത്രയോ സത്യമാണ്. അടുത്ത വസന്തത്തിൽ ബ്രദർ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇമ്മാനുവേലിനെ തന്നുകൊണ്ട് യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച്, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവിടെ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകം 18-14 വചനം. ഇവർക്ക് വേണ്ടി ആ വചനം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഇതാ കൺവെൻഷൻ വന്നപ്പോഴത്തേക്കും ഇവർക്ക് കർത്താവ് മിടുക്കനായ എമ്മാനുവേലിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. എല്ലാവരും ഒന്ന് കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ യേശുനാമം പുസ്തകം വായിച്ച് അത്ഭുതമായ സൗഖ്യം, SLE എന്ന് പറയുന്ന മാരകമായ രോഗം സൗഖ്യം പ്രാപിച്ച ഒരുപാട് സാക്ഷി നമ്മൾ കേൾക്കാൻ പോയി. കരുതിക്കാമോ? എന്താ പേരെന്താ? ഷിഫി. ഹസ്ബൻഡാണോ? പേര്? സോണി. മക്കൾ എത്ര പേരുണ്ട്? ഒരു മോനുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി. അവന് 2.5 വയസ്സുള്ളപ്പോൾ ഭാര്യ 2.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് ഒരു ജോയിൻറ്റ് പെയിനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ജോയിൻറ്റ് പെയിനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആയുർവേദം കാണിച്ചു. പക്ഷേ ഒരു കുറവുമില്ലായിരുന്നു. ഒരുപാട് ആയുർവേദ മരുന്ന് ട്രീറ്റ് ചെയ്തു. പിന്നെ പനി വന്നു, നീര് വന്നു. അപ്പോൾ അങ്ങനെ ലൂർദിൽ ചെന്നിട്ട് അവിടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് നേരെ അമൃതയിൽ പോയി. അമൃതയിൽ മാസങ്ങളോളം ട്രീറ്റ് ചെയ്തിട്ടും നട്ടലിൽ കുത്തി വെള്ളം എടുത്തു, പിന്നെ ടെസ്റ്റിന് വിട്ടു. പനി വിട്ടുമാറുന്നില്ല. 100, 105, 120 ഡിഗ്രി പനി. അവിടെ നിന്ന് ഒരു കുറവില്ലാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ മെഡിക്കൽ ട്രസ്റ്റിലെത്തി. മെഡിക്കൽ ട്രസ്റ്റിൽ വെച്ച് ഈ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് SLE എന്ന് പറയുന്ന അസുഖമാണ്, അത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്, ഡയാലിസിസ് വേണ്ടി വരും, നീ വിഷമിക്കരുതും, ഒരുപാട് പൈസ ചിലവുള്ള രോഗമാണ് ഇത്, ഒരിക്കലും ഉള്ള രക്തത്തിൽ നിന്ന് ഈ രോഗം വിട്ടു പോകത്തില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് 9 വർഷമായി ഇപ്പോൾ SLEക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് നേരെ പത്മനാഭ ഷേണായ എന്ന് പറഞ്ഞ SLEയുടെ ഒരു പ്രഗത്ഭനായ ഡോക്ടറുണ്ട്, പുള്ളിയുടെ അടുത്ത് വന്നു. അപ്പോൾ പുള്ളിയും പറഞ്ഞു, SLE വിട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് മോളെ, അതെന്നും ശരീരത്തിലുണ്ടാകും. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുകൂടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ, വേണ്ട മോനെ, എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, ഒരു കുഞ്ഞിനെ ദൈവം തന്നിട്ടില്ലേ, അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. ഇയാൾക്ക് ഓരോ അസുഖങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പള്ളിത്തോടിൽ ആദ്യമായിട്ട് സൗബ്രദറിൻ്റെ ധ്യാനം വന്നു. അന്ന് പുള്ളിക്കാരത്തേക്ക് നട്ടലിൽ ചതഞ്ഞിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര എന്നും വേദനയോടുകൂടി തന്നെ എഴുന്നേക്കുന്നത്. എല്ലാ ദിവസവും ഓരോ വേദനകളും പ്രശ്നങ്ങളും. മരുന്നാണെങ്കിൽ ഒരു 10-12-14 ഗുളിക ഡെയിലി കഴിക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞ, ഞങ്ങൾ സൗബ്രദറിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ബ്രദർ അവിടെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ബെൽറ്റ് ഇട്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് എഴുന്നേറ്റു. പക്ഷേ ബെൽറ്റ് ഇട്ട ഒരു കുട്ടി ഇവൾ മാത്രമായിരുന്നു. ബ്രദർ സ്റ്റേജിലേക്ക് വിളിച്ചു, ബെൽറ്റ് ഒരു വലിച്ചെറിഞ്ഞു കളഞ്ഞു. എൻ്റെ അമ്മച്ചി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും ഈ കാണുന്നതാണ് ഈ ഇവളുടെ വേദനയും കാര്യങ്ങളും. അപ്പോൾ ഈ ബെൽറ്റ് ഇല്ലാണ്ട് ഒരു അടി പോലും നടക്കാൻ പറ്റത്തില്ല. 6000 രൂപയുടെ ഇഞ്ചക്ഷനാണ് ഈ നട്ടലിൽ നിന്ന് വരാൻ വേണ്ടി എടുത്തിട്ടിരുന്നത്.
അപ്പോൾ അമ്മച്ചി എന്നാലും ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്നു. എന്ന് വെച്ചാൽ അമ്മച്ചി എല്ലാ ദിവസവും കാണുന്നതാണ്. ഇപ്പോൾ ബെൽറ്റ് ഒരു ദിവസം കൊണ്ട് ഉരുവലിച്ചറിയപ്പോൾ അമ്മച്ചിക്ക് ഒരു പേടി, നാളെ ഇനി ഇപ്പോൾ ബെൽറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടായില്ല. അന്ന് ആ നട്ടലിൻ്റെത് ആദ്യമായിട്ട് ദൈവം എടുത്തു മാറ്റി. ഇന്ന് വരെ ഒരു കുഴപ്പവും അതുവരെ ഉണ്ടായിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. അത് രണ്ടാമത്തെ ധ്യാനത്തിൽ ഞങ്ങൾ വന്നു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിന് വേണ്ട മോനെ, അത് റിസ്ക്കാണ്, മാതാവിന് അപകടം ഉണ്ടാകും. ഞങ്ങളിവിടെ വന്ന് ബ്രദറിനെ കണ്ടു. രണ്ടാമത്തെ ധ്യാനത്തിൽ തിരക്ക് കാരണം ബ്രദറിനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ബ്രദർ എന്നാലും ഞങ്ങൾ തലക്ക് കൈവണിച്ച് അനുഗ്രഹിച്ചു. ഞങ്ങൾ കാത്തുന്ന പോലെ ബ്രദർ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നു, ബ്രദറെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ബ്രദർ ചോദിച്ചു, അതിനെന്ത് തടസ്സം ഇങ്ങനെ ശല്യം എന്ന് പറയുന്ന ഒരു രോഗമാണ്, അത് ഉള്ളത്രയും കാലം പ്രഗ്നൻസി പാടില്ല. അപ്പം പറഞ്ഞ്, എടാ നിൻ്റെ ഭാര്യയുടെ നട്ടലിൽ നേരെയാക്കി ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല, നീ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ 5 ദിവസം ധ്യാനം കുടിക്കുമെന്ന് പറഞ്ഞു. ഈ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോഴൊക്കെ കൺവെൻഷൻ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു, എനിക്ക് SLEയുടെ ANA DNA ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. അവനോടത്ത് ദൈവം ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന രോഗം അത് മാറത്തില്ല. ഞാൻ നീ പോയി ടെസ്റ്റ് ചെയ്തു, ഞാൻ വരുന്നില്ല. ഇവള് ഡ്രൈവറേയും കൂട്ടി പോയി ടെസ്റ്റിന് കൊടുത്തു. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും 149 എന്നിരുന്ന റേഷ്യോ നെഗറ്റീവാണ്, 49 ഉള്ളൂ. 100 വന്നാൽ മാത്രമേ SLE നെഗറ്റീവ് ആവുള്ളൂ. 100-ന് താഴേക്ക് വരണം. അത് 100-ന് ഒരുപാട് താഴത്തേക്ക് 49. പ്രഗ്നൻസിക്ക് ഇനി യാതൊരുവിധ കുഴപ്പമില്ല. പള്ളിത്തോടിലെ ആദ്യത്തെ കൺവെൻഷനിൽ വെച്ചാണ് ഈ മയുടെ നട്ടൽ പൂർണ്ണമായിട്ട് സൗഖ്യമായത്. ഈ തവണത്തെ കൺവെൻഷന് കഴിഞ്ഞ മാസം നടന്ന കൺവെൻഷനിലാണ് SLE രോഗം പൂർണ്ണമായിട്ട് ഹീൽ ചെയ്തു. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഈ മകൾ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പുസ്തകങ്ങൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് യേശുനാമം, ഈ 2 പുസ്തകങ്ങളും ഇവർ ആ കൺവെൻഷൻ വാങ്ങി. അതിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന ഈ പുസ്തകം അല്ലേ അന്ന് മുതൽ വായിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ബുക്ക് ഞാൻ വായിക്കുമായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങിയില്ല. എനിക്ക് അധികം പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഇത് തന്നെ വായിച്ച് ഒരു TV-യിൽ ഒരു പ്രോഗ്രാം ഒന്നും കാണാതെ 24 മണിക്കൂറും രാത്രി മൊത്തം ഇത് ഫുള്ള് വായിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറി. ഇന്നലെ കൺസൾട്ടിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് ഇനി പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഒന്നുമില്ല, എല്ലാം മാറിയിട്ടുണ്ട്, നെഗറ്റീവാണ് റിപ്പോർട്ടെന്ന് പറഞ്ഞു. SLE ഇന്നേവരെ എനിക്ക് നെഗറ്റീവ് ആയിട്ടില്ല. വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഈ അസുഖത്തിൻ്റെ. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. യേശുവാണ് സൗഖ്യം നൽകുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. ഈ പുസ്തകത്തിലൂടെയാണ് നിരന്തരം അതിനുശേഷം പ്രാർത്ഥിച്ചു. അത്ഭുത ഹീലിംഗാണ്. SLE എന്ന രോഗം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സൗഖ്യമാകുക അസാധ്യമാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ആ രോഗമാണ് ഈ മകൾക്ക് കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വലതുകരമെന്ന് ഉയർത്തിപ്പിടിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മകൾക്ക് കർത്താവ് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയാം. അതോടൊപ്പം ഇവർക്കൊരു കുഞ്ഞിനെയും കൂടെ കർത്താവ് കൊടുക്കാനായിട്ടൊന്ന് സ്തുതിച്ച് കർത്താവ് ഈ മകൾക്ക് നൽകിയ വയറിലോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. SLE സൗഖ്യമാക്കിയ, ഇവിടെ നട്ടൽ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളുടെ തിരിച്ചോര ഒഴുക്കണമേ, യേശുവേ ഞങ്ങളുടെ തിരിച്ചോര ഒഴുക്കണമേ, യേശുവേ ഞങ്ങളുടെ തിരിച്ചോര ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഗർഭപാത്രത്തിൽ മക്കൾ പിറക്കട്ടെ. അനുഗ്രഹിക്കുന്ന കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആരിലും വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ ആരിലും വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ യേശു, യേശു ആരിലും വലിയവൻ ആരിലും വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്,
ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ.